കാര്യം ജീവിതത്തിൽ ഒതുക്കി ചെയ്യാൻ അറിയില്ല. അത് ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിനിമം ഒരു 10 ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. മുന്നത്തെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇത് വീട്ടിലറിഞ്ഞായിരുന്നു അല്ലേ? നല്ല പ്രശ്നമാവാൻ വേണ്ടി തുടങ്ങി. കാരണം ഇപ്പോൾ പല ടീച്ചേഴ്സൊക്കെ കണ്ടിട്ട് പറയുമായിരുന്നു മോളുടെ വീഡിയോ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അമ്മയ്ക്കോ അച്ഛനൊക്കെ തോന്നിയത്. അപ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയത് കാരണം ഒരുപാട് പ്രപ്പോസൽസ് മുടങ്ങി പോയിട്ടുണ്ട്. അത് റിയലൈസ് ചെയ്യാന്നുള്ളതാണ്. നല്ല പണി കിട്ടിയ റിയലൈസ് ചെയ്യും. റിയലൈസ് ചെയ്യാതെ ജീവിതം മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായാൽ നമ്മൾ റിയലൈസ് ചെയ്യുക. എൻ്റെ ഇനീഷ്യൽ റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കര പൊസസീവ് ആയിരുന്നു. ഗേൾ ഫ്രണ്ടിനോട് മിണ്ടരുത്, അവിടെ മിണ്ടരുത്. പക്ഷെ അത് നമ്മോടൊപ്പം ഗ്രോ ചെയ്യുകയാണെങ്കിൽ പിന്നെ വളർന്നു വരുമ്പോൾ അമ്മേനോട് മിണ്ടരുത്, അനിയത്തിനോട് മിണ്ടരുത് എന്നൊക്കെ ആയിരിക്കും. അത് ഒരു ഡേഞ്ചർ ലെവലിലോട്ടാണ് അത് വളർന്നുകൊണ്ട് വരിക. എനിക്ക് ഒരിക്കലും വിഷ്ണുവിനെ കല്യാണം കഴിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ റിജക്ഷൻ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് തന്നെയാണോ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ലൈഫിൽ ഒന്നും അല്ലാത്ത മൊമെന്റ് ആയിരുന്നു. അപ്പൊ ഈസി ആയിരുന്നു എന്നെ ഒന്നും ചെയ്യിക്കാത്ത ഒരാളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു ടൈമിൽ എനിക്ക് തന്ന സപ്പോർട്ട് തന്നെയാണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇപ്പോഴും ഞാൻ പല സിറ്റുവേഷനിലും ഡൗൺ ആണെങ്കിൽ വിഷ്ണു തന്നെയാണ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അവർ പേ ചെയ്തിട്ടുണ്ടായിരുന്നു 6 lakhs per annum ആയിരുന്നു. ഫ്രീഡം കിട്ടിയ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ 5 പൈസ സേവ് ചെയ്തിട്ടില്ല. അതിനെനിക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചില്ല കേട്ടോ. ഇപ്പൊ ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ടേബിൾ വലിച്ചിടും, അതിന്റെ മുകളിൽ ഒരു ചെയർ കയറ്റി വെക്കും, ഡസ്റ്റ്ബിൻ കമുത്തി വെക്കും, കടലയൊക്കെ ഉള്ള അത്യാവശ്യം നല്ല കനമുള്ളൊരു കുപ്പി വെച്ച് അത് അതിന്റെ മുകളിൽ ഫോൺ ചാരി വെക്കും. അതായിരുന്നു എന്റെ സ്റ്റാൻഡായിട്ട്. അങ്ങനെ ഈ റൂമിൽ നിന്നാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യണം എന്ന് ഇങ്ങനെ നോക്കി ചെയ്ത് തുടങ്ങിയതായിരുന്നു. പക്ഷെ ഇത്രയൊന്നും വെറൈറ്റി ആദ്യം ഉണ്ടാക്കില്ലായിരുന്നു. പക്ഷെ എപ്പോഴും ഒരു ഫുഡ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ പല കാര്യങ്ങളും പലതും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ഡയറ്റീഷ്യനായിട്ട് ചെറിയ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ആ ഒരു ജേർണി നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിന്റെ മുന്നത്തെ ലൈഫും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എവിടുന്നാണ് ഞാൻ തുടങ്ങേണ്ടത്? 1 വയസ്സ് തൊട്ട് ജീവിച്ചിട്ടുണ്ട്. ഹായ്, ഐസ് ആൻഡ് ദ പെൻഗ്വിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ള വ്യക്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക റിലേറ്റബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. തനി മലയാളി. ഹായ് ഹായ് ഐശ്വര്യ. അതുകൊണ്ടാണ് ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തനി മലയാളി എന്ന് പറഞ്ഞാൽ മാത്രമാണ് ആൾക്കാർക്ക് അറിയുള്ളൂ. സോ ഹൗ ആർ യു? നന്നായിട്ട് പോണു. നാട്ടിൽ വന്നിട്ട് അടിപൊളിയാണ്. അടിപൊളിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ക്ലൈമറ്റ് വ്യത്യാസങ്ങൾ എന്തെങ്കിലും? ഞാൻ പൂജയെടുത്ത് പറയായിരുന്നു ഇവിടെയാണ് എനിക്ക് കൂടുതൽ സമാധാനം ഫീൽ ചെയ്യുന്നത്. കാരണം വരുന്ന സമയത്ത് അവിടെ 30-31 ആയിരുന്നു. അപ്പൊ നല്ല പുഴുങ്ങുന്ന പോലെ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ എപ്പോഴും വീഡിയോയിൽ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറയും 30 31, പക്ഷെ എപ്പോഴും അതിനേക്കാളും ഹയർ ടെമ്പറേച്ചറിൽ ഇരുന്ന ആൾക്കാർ വീഡിയോ കാണുമ്പോൾ പിന്നെ യൂറോപ്പിലാണോ ഇത്ര ചൂടെന്ന് ആൾക്കാർ ചോദിക്കുന്നത്. അതെ, സത്യം. പിന്നെ ഞാൻ ആക്ച്വലി ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ സ്മൂത്തിക്ക് ഒരു ബ്രാൻഡ് അംബാസിഡർ ഉണ്ടെങ്കിൽ അത് ഐശ്വര്യയാണ്. കാരണം ഒരുപാട് വെറൈറ്റി ഓഫ് സ്മൂത്തീസ് നമ്മൾ കണ്ടിട്ടേ ഇല്ല. അതിപ്പോൾ ഓവർനൈറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് എങ്ങനെ ഒരു പ്രചോദനം വന്ന് നോക്കി ഇങ്ങനെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാനൊക്കെ? ഇപ്പൊ ഞാനും കല്യാണം കഴിഞ്ഞ ശേഷമാണല്ലോ അവിടെ പോകുന്നത്. അപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ അറിയുന്നുണ്ടെങ്കിലും നമുക്കൊരു പേസും ഒരു സ്പീഡും ഒക്കെ വേണം. പെട്ടെന്ന് കുക്ക് ചെയ്ത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഞാനും വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അധിക ദിവസം രാവിലെ മുന്നത്തെ ഇപ്പോൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഞാൻ അധികം ഓട്സാണ് കഴിക്കുക. എന്ത് ഫുഡാണെങ്കിലും അമൃതാണെങ്കിലും നമ്മൾ ഓവർ കഴിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. അപ്പോൾ ഒരു ലോങ്ങർ പീരിയഡ് ഓഫ് ടൈമിൽ നമ്മളിപ്പോൾ ഓട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം ബ്രേക്ക്ഫാസ്റ്റിൽ എന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അമ്മയൊന്നും ചെയ്യണ പോലെ രാവിലെ ദോശ, പുട്ട് അതൊക്കെ ഭയങ്കര ടൈം കൺസ്യൂമിങ് പരിപാടിയാണ്. അത്രയൊന്നും നടക്കില്ല. അപ്പം എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യണം എന്നിങ്ങനെ നോക്കി ചെയ്ത് തുടങ്ങിയതായിരുന്നു. പക്ഷെ ഇത്രയൊന്നും വെറൈറ്റി ആദ്യം ഉണ്ടാക്കില്ലായിരുന്നു. ഇങ്ങനെ 1-2 വീഡിയോ ഒക്കെ ചെയ്ത് അത് ആൾക്കാർക്ക് ഇഷ്ടമായി തുടങ്ങിയപ്പോൾ പിന്നെ നമ്മളതിൽ റിസർച്ച് ചെയ്യുമല്ലോ. അങ്ങനെയാണ് പിന്നെ. പക്ഷെ എപ്പോഴും ഒരു ഫുഡ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കാണിക്കുന്നത് ശരിയല്ല. 1-2 തവണ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്യുമ്പോഴേ ഇപ്പൊ പല കാര്യങ്ങളും പലതും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ഡയറ്റീഷ്യനായിട്ട് ചെറിയ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള മിക്സിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇപ്പം ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ ഫീലാണ് ആൾക്കാർക്ക്. തനി മലയാളി അല്ലെങ്കിൽ ആ പെൺകുട്ടി നമ്മുടെ ഐശ്വര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആ ഫീല്. ഇപ്പം നമുക്കിപ്പം ഏതാണ്ട് ഒരു 5-6 years അല്ലേ ഇപ്പം അവിടെ ചെല്ലുന്നു. ആംസ്റ്റർഡാമിൽ ആദ്യം ചെല്ലുന്നു, അവിടെ കുറച്ച് സ്ട്രഗിളിങ് ഉണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5 years അല്ലെങ്കിൽ ഒരു 6 years അടുത്തുള്ള ഒരു ജേർണിയാണ് നമ്മൾ കാണുന്നത്. അവിടെ തൊട്ടുള്ള തനി മലയാളിനെ നമുക്ക് അറിയുള്ളൂ. ആ ഒരു ജേർണി നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിന്റെ മുന്നത്തെ ലൈഫും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എവിടുന്നാണ് ഞാൻ തുടങ്ങേണ്ടത്? ഏത് ഇയർ തൊട്ട് തുടങ്ങേണ്ടത്? അതിന് മുന്നേ ഞാൻ 1 വയസ്സ് തൊട്ട് ജീവിച്ചിട്ടുണ്ട്.
മൂർഖനെയാണല്ലോ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയല്ല, ലൈക്ക് കുറച്ച് ഒരു പാസ്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ മെമ്മറബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഞാൻ കടന്നു വന്ന വഴികൾ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ പറയാൻ, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്ന SCMS-ലായിരുന്നു. അതിന് മുന്നേ ഞാൻ സ്കൂളിംഗ് ഇവിടെ അടുത്ത് തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അന്നോട്ട് തന്നെ എനിക്ക് ഇങ്ങനെ കുറച്ച് ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പൂജ ഇപ്പോൾ വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, അമ്മയും അച്ഛനും എല്ലാവരും ടീച്ചേഴ്സാണ്. ഞാൻ ശ്രദ്ധിച്ചു, അവിടെ ആന്റി വന്നു, ആന്റി ടീച്ചറാണ്, എല്ലാവരും ടീച്ചറാണ്. അതെ, എല്ലാവരും ടീച്ചേഴ്സാണ്. അമ്മയുടെ അച്ഛനും ഒക്കെ ടീച്ചേഴ്സാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം എത്ര മാർക്കാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ഭയങ്കര നമ്മളെ വിലയിരുത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എവിടെയോ കേട്ടു ഐശ്വര്യ പറയണത്, അതായത് ഒട്ടും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, ലൈക്ക് ഈ സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ വീഡിയോസിലേക്ക് ഇറങ്ങുന്നത് ആദ്യം വീട്ടുകാർക്ക് വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത്, ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്, നമ്മളൊരു നോർമൽ ഫാമിലിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ കല്യാണം കഴിയുന്നതിന് മുന്നേ ഒട്ടും അറിയാത്തൊരു ഫീൽഡിലോട്ട് ഇറങ്ങി നമ്മളിങ്ങനെ വീഡിയോ ഇടുക, ആൾക്കാർ കാണുക, അതിനെപ്പറ്റി അഭിപ്രായം പറയാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാൻ ഇഷ്ടമല്ല. പക്ഷെ എന്നാലും കല്യാണം എൻ്റെയൊക്കെ ഫാമിലിയിൽ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. നല്ലൊരു കല്യാണം നടക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒക്കെ. എന്താണ് ചെയ്യണമെന്നുള്ളൊരു ക്ലാരിറ്റി അവർക്കില്ല. ഇപ്പം ഞാനൊരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ വന്നൊരു വഴിയാണ്. അപ്പം അതുകൊണ്ട് എന്താ ഞാൻ ചെയ്യുന്നതെന്ന് അവർക്കറിയാം. ഇത് അതിൻ്റെ ഒരു ടെൻഷൻ അവർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് അത് പലതവണ അവർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ ആദ്യം ബൈജൂസിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയിരുന്നു ബൈജൂസിൽ. അവിടെ ഏകദേശം ഒരു 10 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തു. പക്ഷേ എനിക്ക് അവിടുത്തെ ഒരു വർക്ക് നേച്ചറായിട്ട് മുഴുവൻ അങ്ങോട്ട്, പിന്നെ നമ്മൾ കുറച്ചൊക്കെ പ്രിട്ടൻഡ് ചെയ്തിട്ട് വേണമായിരുന്നു നമ്മൾ കോൾസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഈസി വർക്കിംഗ് ആയിരുന്നില്ല അവിടെ. അതുകൊണ്ട് അത് റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഞാൻ എന്താണ് ലൈഫിൽ ചെയ്യാൻ പോണത്. എൻ്റെ വീട്ടിലെല്ലാവരും വർക്കിംഗ് ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, എല്ലാ ആൾക്കാരും വർക്കിംഗ് ആണ്. അപ്പം ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ റൂമിൽ അടച്ചിരിക്കുക എന്നുള്ളത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ജോലിക്ക് പോകണം. കല്യാണം കഴിക്കാൻ ഞാൻ 1-2 റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യം ശ്രമിക്കണ്ടായിരുന്നെങ്കിൽ നടക്കണ്ടായിരുന്നു. അത് ഞാൻ ആക്ച്വലി അതിലേക്ക് ലൈക്ക് ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയോ ഐശ്വര്യ തന്നെ പറയണത്, അതായത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി, അതിനുശേഷമാണ് അറേഞ്ച് മാരേജ് ആണ് ആക്ച്വലി വിഷ്ണുവിനായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ 9 months ഒരു ഡേറ്റിംഗ് പോലെ നമ്മൾ ഒരു സമയം എടുത്ത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നത്? കാരണം ഇപ്പം ഇവിടെ ഒരു മലപ്പുറത്ത് കുട്ടി കുറച്ചുകൂടെ ഒരു റൂറൽ ഏരിയയിൽ വളരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ വീട്ടിലേക്കൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ടേക്ക് ഉണ്ടായിരുന്നത്? ആക്ച്വലി അത്ര പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡേറ്റിംഗ് ഫേസ് ആയിരുന്നില്ല. നമ്മൾ കണ്ടു ആ ഒരു കല്യാണത്തിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്, നമ്മൾ വന്ന് 1 മണിക്കൂർ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളൊരു മനുഷ്യനെയാണ് നമുക്ക് വേണ്ട അല്ലെങ്കിൽ വേണം എന്ന് പറയുന്നത്. അത് ഒട്ടും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഒരു 10-20 മിനിറ്റ് സംസാരിക്കും, എന്നിട്ട് എനിക്കുള്ള കല്യാണം കഴിക്കാൻ പറ്റില്ല. ഒരു അത്രയും റോങ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ നടക്കുകയാണെങ്കിലാണ് നമുക്ക് ഇത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ വെറുതെ ഒരാളെ റിജക്ട് ചെയ്യുന്നതിൽ മാരേജ് റിജക്ഷൻസ് ഭയങ്കര ഇമോഷണലി ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ആരെയും ചെയ്യേണ്ടെന്നുണ്ടായിരുന്നു. പക്ഷെ പല കോൺവെർസേഷൻസും മുന്നോട്ട് പോകുമ്പോൾ അവരും ഞാനും എടുത്ത ഡിസിഷൻ വെച്ച് വീട്ടിൽ പറയുന്നതിൻ്റെ മുന്നേ ഞാൻ അവരുടെ അടുത്ത് തന്നെ പറയുമായിരുന്നു നമുക്കിത്. കാരണം വീട്ടിൽ പറഞ്ഞ് പിന്നെ വീട്ടുകാർ അവരുടെ അടുത്ത് പറയുന്ന അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത് 2 ഇൻഡിവിജ്വൽസും കൂടി ഇൻവോൾവ് ആണല്ലോ. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയത് കാരണം ഒരുപാട് പ്രപ്പോസൽസ് മുടങ്ങി പോയിട്ടുണ്ട്. കാരണം അന്ന് നമുക്കൊരു ചെയ്യുന്നതിന് ക്ലാരിറ്റി ആയിട്ടില്ല. എൻ്റെ ടിക്ടോക്ക് വീഡിയോയിലുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഡെയിലി ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ആർക്കും ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പല പ്രപ്പോസൽസും മുടങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെയാണ് വിഷ്ണുവിൻ്റെ പ്രപ്പോസൽ വന്നത്. അപ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിച്ചു. എനിക്ക് ഓർമ്മ റൂമിൽ ഇരുന്നിട്ട് സംസാരിച്ചത്. ആദ്യം എന്താ സംസാരിച്ചത് നിങ്ങൾ? ആദ്യം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞ ഡയലോഗ് നല്ല വയറൊക്കെ ഉണ്ടല്ലോ എന്നായിരുന്നു. പക്ഷെ പക്ഷെ അത് എനിക്കെന്തോ തോന്നിയതായിരുന്നു. കാരണം അതിനു മുന്നേ വിഷ്ണു ഭയങ്കര ജിം പേഴ്സൺ ആണ് പൊതുവെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അത്ര അങ്ങോട്ട് ഇല്ലാതെയത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ സ്മൂതി അങ്ങനത്തെ ലൈറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വരാറുള്ള കമന്റ്സ് ആണ് ആ ചെക്കൻ്റെ
ഭാഗ്യക്കേട്. പക്ഷെ സത്യം പറഞ്ഞാൽ എന്റെയാണ്, എനിക്കത് ഉണ്ടാക്കിയാലാണ്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി വേറെ ഫുഡ് ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് വിഷ്ണുവിനെ കണ്ടുടനെ ഞാൻ പറഞ്ഞത് അതായിരുന്നു, നല്ല വയറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് വിഷ്ണുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, കൂടുതൽ ഞാൻ തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. വിഷ്ണുവിന് ടിക്ടോക്ക് എന്താന്ന് പോലും അറിയില്ല. അത്രയും ഇപ്പോഴും വിഷ്ണുവിന്റെ ഫോണിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഇല്ല. ഇല്ല, അക്കൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അത് ഉപയോഗിക്കാറും. അതെന്താ സോഷ്യൽ മീഡിയ ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു പീരിയഡിൽ യൂസ് ചെയ്യാത്ത ഒരാളോ? വിഷ്ണു ഭയങ്കര ജോലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കരമായിട്ട് പുതിയ ടെക്നോളജി പഠിക്കുക. അപ്പോൾ ഷോർട്സ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ എഫക്ട് ചെയ്യുക എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് വിഷ്ണുവിൻ്റെ ഭയങ്കര ഇമ്പാക്റ്റ്. മറ്റേത് ടൈം എടുത്തൊരു കാര്യം പഠിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇത് കൂടുതൽ സ്ക്രോൾ ചെയ്യുന്നതോറും നമ്മുടെ ക്ഷമ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും വിഷ്ണു സ്ക്രോൾ ചെയ്യുന്ന ലെവലൊക്കെ ഞാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് ടൈം കൊടുക്കും, എന്താണ് ആ ഷോർട്സ് നടക്കുന്നതെന്ന് കാണാൻ. പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. അപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ ലെവലും നമ്മുടെ പേഷ്യൻസും ഒക്കെ കുറഞ്ഞു വരാനുള്ള ഒരു കാര്യമാണ് അത് ശരിക്കും. അല്ല, നമുക്ക് അത്രയും ലെസ് എഫേർട്ടാണ് നമ്മൾ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി വില്ലിങ് ആവുന്നുള്ളൂ. ക്ഷമ എന്ന് പറഞ്ഞ സാധനം എന്താണ് നെക്സ്റ്റ് സെക്കൻഡ് നടക്കുന്നതെന്ന് കാണാൻ പോലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ പേഷ്യൻസും കോൺസെൻട്രേഷനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അതൊക്കെ ഡിലീറ്റ് ചെയ്തത് അല്ലേ? ഓക്കെ. ഇപ്പം ഇതേപോലെ തന്നെ ഐശ്വര്യ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമാണ്, നമ്മുടെ ഇപ്പം വീഡിയോസ് എടുക്കാൻ വിഷ്ണു ആദ്യം തന്നെ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ആദ്യം ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പൊ ആ ടൈമിൽ ഒരുപാട് പേര് റിജക്ട് ചെയ്ത ടൈമിൽ, കാരണം ആ ടൈമിൽ ഒരുപാട് പേര് ഇത് ടിക്ടോക്ക് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഇപ്പൊ കുറച്ചുകൂടെ എക്സ്പോഷർ കൂടുതലാണ്, കാരണം അറിയാം ആൾക്കാർക്ക് ഇത് പൈസ കിട്ടും അതൊക്കെ. പക്ഷെ അന്നത്തെ ആ ഒരു കാലത്തിൽ അറിയില്ലല്ലോ. അപ്പോൾ എങ്ങനെ ആളാ അതിലേക്ക് കൺവിൻസ്ഡ് ആയത്, അല്ലെങ്കിൽ ആൾക്ക് ഇത് അവൾക്ക് ചെയ്യണത് ചെയ്തോട്ടെ എന്നുള്ളതിലേക്ക് എങ്ങനെ എത്തിയത്? അത് എനിക്ക് കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യം അതിൽ വന്നിട്ടില്ല. എനിക്കിഷ്ടമുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. അപ്പം അത് നമ്മളൊരു മാരേജ് ആകുമ്പോൾ ആൾക്കാർക്ക് വിഷ്ണു ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ അത് പുള്ളി ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അത് തെറ്റല്ല എന്ന് എനിക്കും വിഷ്ണുവിനും തോന്നുകയാണെങ്കിൽ നമ്മളത് സപ്പോർട്ട് ചെയ്യണം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പം അതന്നെ ആയിരിക്കണം വിഷ്ണു എൻ്റെ. അത് ഞാൻ വിഷ്ണുവിനെ പഠിച്ചൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂടുക. ഞാൻ ഇനീഷ്യൽ ഫേസിൽ ഇപ്പോൾ ഇതൊക്കെ ചെയ്തിരുന്ന സമയത്ത് തന്നെ ബ്ലോക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. കാരണം പല മാരേജസ് ഞാൻ മുടങ്ങി നിൽക്കുകയായിരുന്നു, ഞാൻ ലൈഫിൽ ഒന്നും അല്ലാത്ത മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈസി ആയിരുന്നു എന്നെ ഒന്നും ചെയ്യിക്കാത്ത ഒരാളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഭയങ്കര വൾണറബിളായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ വിഷ്ണുവിനെ മീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു ടൈമിൽ എനിക്ക് തന്ന സപ്പോർട്ട് തന്നെയാണ് ഇന്ന് എന്തെങ്കിലും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ഞാൻ പല സിറ്റുവേഷനിലും ഡൗൺ ആണെങ്കിൽ വിഷ്ണു തന്നെയാണ് സപ്പോർട്ട് ചെയ്യാറ്. എനിക്കന്ന് ഞാൻ പൊതുവേ ഭയങ്കരമായിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാലും ഇപ്പം എനിക്ക് കുറച്ചൊരു റെഗുലേഷൻസ് ഉണ്ട്, എത്ര എമൗണ്ടാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പോലെ വിഷ്ണുവിൻ്റെ ഇൻഫ്ലുവൻസ് ആണത്. പക്ഷെ തുടക്കത്തിൽ ഞാൻ ബാംഗ്ലൂർ അത്യാവശ്യം ബൈജൂസ് നല്ല പേയിങ് ആയിട്ടുള്ളൊരു കമ്പനിയായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അവർ പേ ചെയ്തിട്ടുണ്ടായിരുന്നു 6 lakhs per annum ആയിരുന്നു. അപ്പം മന്ത്ലി 40-42 അടുത്തൊക്കെ നമുക്ക് കയ്യിൽ കിട്ടുമായിരുന്നു. അതിന് പുറമെ ഇൻസെൻറ്റീവ്സും കിട്ടുമായിരുന്നു. അതുവരെ ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ എക്സ്പെൻസിലായിരുന്നല്ലോ. അപ്പോൾ രണ്ടുപേരും ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് ഉണ്ടായിരിക്കില്ല. വേറെയും കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. അത് ഒരു പൊട്ടിത്തെറിയായിരുന്നു. എനിക്ക് വേണ്ട എല്ലാ കാര്യവും, ഇത്ര ഡ്രസ്സ് വാങ്ങിക്കുക, അത് വാങ്ങിക്കുക, അവിടെ പോവുക ഇവിടെ പോവുക, അതൊക്കെ ചെയ്യാൻ വേണ്ടി ഫ്രീഡം കിട്ടിയ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ 5 പൈസ സേവ് ചെയ്തിട്ടില്ല അന്ന്. അതിനെനിക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു 1 year ഞാൻ അത്യാവശ്യം എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ചെയ്തു തുടങ്ങിയ ഒരു പീരീഡ് അതായിരുന്നു. പക്ഷേ 10 മാസം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ 5 ഇല്ല, ഓട്ടോറിക്ഷയ്ക്ക് പോകണമെങ്കിൽ പോലും അച്ഛൻ 12 രൂപ ചോദിക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മൊബൈൽ ഞാനന്ന് വാങ്ങിച്ചത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ സ്റ്റാൻഡ് വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അത്ര സപ്പോർട്ടീവ് ആയിരുന്നില്ല അച്ഛനും അമ്മയും. കാരണം അവർക്ക് ഞാൻ പറഞ്ഞില്ല, ഇനീഷ്യൽ ഫേസിൽ അറിയണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഒബ്ലിഗേഷൻസ് ഉണ്ടെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കും. അപ്പോൾ എനിക്കിത് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ടേബിൾ വലിച്ചിടും, അതിൻ്റെ മുകളിൽ ഒരു ചെയർ കയറ്റി വെക്കും, ഡസ്റ്റ്ബിൻ കമുത്തി വെക്കും, കടലയൊക്കെ ഉള്ള അത്യാവശ്യം നല്ല കനമുള്ളൊരു കുപ്പി വെച്ച് അത് അതിൻ്റെ മുകളിൽ ഫോൺ ചാരി വെക്കും. അതായിരുന്നു എൻ്റെ സ്റ്റാൻഡായിട്ട്. അങ്ങനെ ഈ റൂമിൽ നിന്നാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.
പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമാവാൻ വേണ്ടി തുടങ്ങി. കാരണം ഇപ്പോൾ പല ടീച്ചേഴ്സൊക്കെ കണ്ടിട്ട് പറയുമായിരുന്നു മോളുടെ വീഡിയോ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അമ്മയ്ക്കോ അച്ഛനൊക്കെ തോന്നിയത്, അപ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അമ്മയും അച്ഛനും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പുറത്ത് നിന്നിട്ട് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ടല്ലോ, അകത്ത് അധികം വേണ്ടത്ര ലൈറ്റൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്ത് അമ്മയും അച്ഛനും സ്കൂളിൽ പോയാൽ പുറത്ത് നിന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യും. റോട്ടിൽ കൂടെ പോണ ആൾക്കാർക്ക് ഒരു സംശയം, ഞാൻ എന്താണ് ചെയ്യുന്നത്, ധാവണിയൊക്കെ എടുത്ത് മറ്റേ വെട്ടത്തിലെ സീനൊക്കെ ചെയ്യുമ്പോൾ എന്നാ ശരി ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് തിരുന്നപ്പോൾ ബാക്കിൽ അച്ഛൻ എങ്ങട്ടാ ഇത് ടിക്ടോക്ക് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുന്ന് വീഡിയോ ചെയ്യല് കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചു. പിന്നെ ഞാൻ തറവാട്ടിലായിരുന്നു. തറവാട്ടിൽ സിറ്റ് ഔട്ടിൽ മുന്നത്തെ വീഡിയോസ് ഒക്കെ നോക്കിയറിയാം, തറവാട്ടിൽ ഇങ്ങനെ ഏകദേശം എൻ്റെ ഒരു അരഭാഗം വരെ ടൈൽസ് ഇട്ടിട്ടുണ്ട് സിറ്റ് ഔട്ടിൽ. അപ്പം എല്ലാവരും വിചാരിച്ചത് ബാത്റൂമാണ്. ബാത്റൂമിൽ നിന്നിട്ടാണോ വീഡിയോ ചെയ്യണമെന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ ഇത്രയേ ഉള്ളൂ കേട്ടോ, ബേസിക് ആയിട്ട് എന്തെങ്കിലും, ഇത് ഞാനല്ല പൂജയാണെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ എന്തെങ്കിലും ഒരു വഴി നമ്മളത് കണ്ടുപിടിച്ച് അത് ചെയ്യും. ആക്ച്വലി ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ തന്നെ കാണുമ്പോൾ നമുക്കറിയാം, കാരണം ഐശ്വര്യയുടെ ഭയങ്കര നമുക്ക് ഭയങ്കര ഇൻസ്പയർ ആവും തോന്നും. കുറേ റുട്ടീൻസ്, കുറേ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു അത് ഇൻസ്പയർ അങ്ങനെയല്ല, എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ ജനിച്ച പോലെ തന്നെ നമുക്ക് ജീവിക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ പല നേച്ചേഴ്സും കാര്യങ്ങളും കാരണം നമുക്ക് തന്നെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഈസി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും. പിന്നെ ചുറ്റുമുള്ള ആൾക്കാരുടെയൊന്നും അവരവരുടെ ലൈഫിൽ ചെയ്യുന്ന പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ടോ, ഇപ്പം ഞാൻ ചെയ്യുന്ന മാറ്റങ്ങൾ പൂജയുടെ ലൈഫിൽ ചിലപ്പോൾ പൂജയ്ക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല, പൂജ ചെയ്യുന്നത് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ സാഹചര്യത്തിന് ഇണങ്ങി മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ലൈഫ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാരക്ടർ ആണെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും എന്താണെങ്കിലും സിമ്പിളായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അത് എളുപ്പമാവുന്നത്. ആക്ച്വലി ഐ വണ്ടർ ലൈക്ക് മുന്നത്തെ ഇപ്പോൾ പറഞ്ഞില്ലേ റിലേഷൻഷിപ്സ് ബ്രേക്കപ്പ് ആയി, ബിക്കോസ് യു ആർ സോ അംബീഷ്യസ്, ലൈക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഒരു പെൺകുട്ടീനെ ഒരാൾ വിടാന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ് വിൽ വർക്ക്. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവോൾവ് ചെയ്ത് വന്ന ഒരാളാണ്. ഞാനൊരു 12th വരെ ഭയങ്കരമായിട്ട് പഠിപ്പിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആർട്സ് ആ പരിപാടികളിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് മുന്നേ നമുക്കൊരു ഫ്രീഡം കിട്ടുമല്ലോ, വീട്ടിൽ നിന്ന് പോയി വരികയല്ല, നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുക എന്നുള്ളതൊക്കെ. ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അതത്ര ഒരു മെച്യൂർ റിലേഷൻഷിപ്പ് ഒന്നും ആയിരുന്നില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ആ റിലേഷൻഷിപ്പിനുണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഉണ്ടായിരുന്നു. ഇത് ഒരാളുടെ ഇഷ്യൂ കാരണം ബ്രേക്കപ്പ് ആയ റിലേഷൻഷിപ്പ് ഒന്നുമല്ല. പക്ഷെ ആ റിലേഷൻഷിപ്സ് ഒക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായതും ഞാൻ ഗോ ത്രൂ ചെയ്ത സിറ്റുവേഷനിലും ഒക്കെ ഞാൻ വളരെയധികം താങ്ക്ഫുള്ളാണ്. എന്നെ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. ഞാൻ വളരെയധികം പോസസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ ഇനീഷ്യൽ റിലേഷൻഷിപ്പിലൊക്കെ ഫേസിലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ഭയങ്കര പോസസീവായിരുന്നു. ഇപ്പോഴും എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ പൊസസീവ് നേച്ചർ ഉണ്ട്. പക്ഷെ ആ പൊസസീവ് നേച്ചർ കാരണം എങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ സ്പോയിൽ ചെയ്തു എന്നുള്ളൊരു ഫേസ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് പൊസസീവ്നെസ്? ഇപ്പം പല ഒരു കോളേജ് പഠിക്കുന്ന കുട്ടിക്ക് എന്തായിരിക്കും പൊസസീവ്നെസ്? ഗേൾഫ്രണ്ടിനോട് മിണ്ടരുത്, അവിടെ മിണ്ടരുത്. പക്ഷെ അത് നമ്മോടൊപ്പം ഗ്രോ ചെയ്യുകയാണെങ്കിൽ പിന്നെ വളർന്നു വരുമ്പോൾ അമ്മേനോട് മിണ്ടരുത്, അനിയത്തിനോട് മിണ്ടരുത് എന്നൊക്കെ ആയിരിക്കും. അത് ഒരു ഡേഞ്ചർ ലെവലിലോട്ടാണ് അത് വളർന്നുകൊണ്ട് വരിക. അപ്പോൾ അന്ന് ഫ്രണ്ട് ഒരു ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ പിന്നെ അത് അനിയത്തിയാവും. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അത് റിയലൈസ് ചെയ്യാന്നുള്ളതാണ്. നല്ല പണി കിട്ടിയ റിയലൈസ് ചെയ്യും. റിയലൈസ് ചെയ്യാതെ ജീവിതം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായാൽ നമ്മൾ റിയലൈസ് ചെയ്തേ പറ്റൂ, ചെയ്യും. അതെ, ഇപ്പോഴും പക്ഷെ ഉള്ളിനകത്ത് ഉണ്ട്, പക്ഷെ അത് നമുക്ക് അത്ര നല്ല സാധനം അല്ല എന്നുള്ളതുകൊണ്ട് പല നേച്ചറും നമ്മുടെ ഉള്ളിൻ്റെ അകത്തുണ്ട്. അത് നമ്മൾ സപ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു പൊട്ടിത്തെറി വരും. പക്ഷെ നമ്മളത് മനസ്സിലാക്കി നല്ലതല്ല എന്ന് വിചാരിച്ച് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പല കാര്യങ്ങളും. പിന്നെ വിഷ്ണു ലൈഫിനെ ഭയങ്കര സിമ്പിളായിട്ട് കാണുന്ന ഒരാളാണ്. പിന്നെ ഇപ്പോൾ നേരത്തെ പൂജ കണ്ടില്ലേ, എൻ്റെ അമ്മയുടെ അനിയത്തി, അവർ ലൈഫിനെ ഭയങ്കര സിമ്പിളായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവർ രണ്ടുപേരുടെ അടുത്താണ് ഞാൻ മെയിൻലി സംസാരിക്കാറ്. ദീമേമയാണെങ്കിലും വിഷ്ണു ആണെങ്കിലും അവരൊരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എതിർക്കാം. പക്ഷെ ഇവർ രണ്ടുപേരുടെ ലൈഫും സിമ്പിളാണ്. അപ്പോൾ നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യാതെ, ഈഗോ ഇല്ലാതെ, കോംപ്ലക്സ് ഇല്ലാതെ കാര്യങ്ങൾ കുറച്ചും കൂടെ, എനിക്കതൊട്ടും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, എനിക്കുണ്ട്.
പക്ഷെ അത് ഡീൽ ചെയ്യുന്നിടത്തോ ആണ് നമുക്ക് കുറച്ചും കൂടെ ഈസി ആവുന്നത്. ഇപ്പോൾ വിഷ്ണു ലൈഫിൽ വന്നതിന് ശേഷം വിഷ്ണു ലൈഫിൽ വന്നതിന് ശേഷം എനിക്കൊരു മേജർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ക്യാരക്ടറിൽ തന്നെ ഒരു മേജർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഷോക്ക് കാണിക്കുന്ന ഒരാളായിരുന്നു. ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ മര്യാദക്ക് ജീവിച്ച ആർക്കും ഉപദ്രവമില്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണെന്നുള്ള ഒരു വലിയൊരു ലെസൺ ഞാൻ പഠിച്ചിട്ടുള്ളത് വിഷ്ണുവിൻ്റെ അടുത്താണ്. നമുക്കൊരു മുഖംമൂടിയുടെ ആവശ്യമില്ല. നമ്മൾ നല്ലതാണെങ്കിൽ നമുക്ക് ഇതിന്റെ മുഖംമൂടി. സത്യം, ലൈക്ക് യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട് അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഒരു റൈറ്റ് റിലേഷൻഷിപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളും അതിനനുസരിച്ച് ഒരു ഗുഡ് ഹ്യൂമൻ ബീങ് ആവും എന്നുള്ളതിനാണ് മെയിൻ എക്സാമ്പിൾ. ഇപ്പം ആദ്യം തന്നെ വയറിൻ്റെ കാര്യമായിട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു, ലൈക്ക് വെൻ ദ ടൈം ആ ഒരു തുടങ്ങിയത് തന്നെ ബോഡി ഷെയ്മിങ്ങിലായിരുന്നു എന്ന് പറയാം. ഐ തിങ്ക് ഇത് മുന്നേ യൂട്യൂബിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണുവിന് വയറുണ്ടായിരുന്നില്ല. പുള്ളി ജിമ്മൊക്കെ കഴിഞ്ഞ് 6 പാക്ക് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തള്ളിയതല്ല, ഫോട്ടോ വേണമെങ്കിൽ ഞാൻ സൈഡിൽ വെക്കാം 6 പാക്ക്. അങ്ങനെ ഞങ്ങൾ കണ്ട വിഷ്ണു അല്ലല്ലോ. അപ്പൊ ഏത് ടൈം തൊട്ടിട്ട് യു സ്റ്റാർട്ടഡ് ഫെൽ ഇൻ ലവ് വിത്ത് വിഷ്ണു? വളരെ ലേറ്റ് ഫേസ് ആയിരുന്നു. ആണോ? കാരണം വിഷ്ണുവിനെ മീറ്റ് ചെയ്തൊരു ടൈം ആകുമ്പോൾ എനിക്ക് ഒരിക്കലും വിഷ്ണുവിനെ കല്യാണം കഴിക്കണം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ റിജക്ഷൻ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ ഫാമിലി ഇങ്ങോട്ട് വരുമ്പോഴും എൻ്റെ ഫാമിലി അങ്ങോട്ട് പോകുമ്പോഴും ഒന്നും ഞാൻ ഷുവർ ആയിരുന്നില്ല ഈ റിലേഷൻഷിപ്പ് തന്നെയാണോ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. കാരണം ആ ഒരു ഏജിൽ ഇപ്പം ഞാൻ 24 വിഷ്ണുവിനെ കാണുന്നത്. ആ ഒരു ഏജിൽ നമ്മൾ കുറച്ചൊക്കെ ലുക്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമായി. ഇപ്പം ഞാൻ ചെയ്യില്ല, അന്ന് നമ്മൾ ചെയ്യുമായിരിക്കും. അപ്പം എൻ്റെ ഒരു ഫിസിക്കലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആവുന്ന ആൾക്കാരല്ല. അപ്പം ഞാൻ വിഷ്ണു എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമ്മൾ കല്യാണം എന്ന് പറഞ്ഞൊരു പെർസ്പെക്റ്റീവിലല്ലായിരുന്നു മീറ്റ് ചെയ്തെങ്കിൽ നമ്മൾ നല്ല ഗുഡ് ഫ്രണ്ട്സ് ആയേനെ. പക്ഷെ നമ്മൾ ഒരിക്കലും റിലേഷൻഷിപ്പിലാവില്ലായിരുന്നു. പിന്നെ ഗോയിങ് ഫോർവേഡ് എവിടുന്നും കിട്ടാത്ത സപ്പോർട്ട് നമുക്ക് കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഗ്രാജ്വലി അയാളുടെ അടുത്ത് പേഴ്സണാലിറ്റിയിൽ നമ്മൾ ഇംപ്രസ്ഡ് ആയി പോകും. അങ്ങനെ എനിക്ക് വളരെ വൈകി എനിക്ക് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് സ്ലോലിയാണ് എനിക്ക് വിഷ്ണുവിനോടുള്ള ഇമോഷൻ ബിൽഡ് ചെയ്ത് വന്നത്. വിഷ്ണുവിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, വിഷ്ണുവിൻ്റെ ഒരു മാരേജ് ഇതുപോലെ ഫിക്സ് ചെയ്തത് ബ്രേക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്നൊക്കെ വിഷ്ണുവിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ പറഞ്ഞതുപോലെ നമ്മൾ ജെന്യുവിനായിട്ട് സംസാരിക്കുക എന്നുള്ളൊരു ഫീല് കിട്ടുന്നതായിരുന്നു. പിന്നെ വിഷ്ണുവിൻ്റെ വലിയ പേഴ്സണൽ ലൈഫിൽ വലിയ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ പുള്ളിയുടെ സ്പേസിനെ നമ്മൾ അധികം എഫക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ആ 2 പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ മാച്ച് ആയെന്ന് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഈ മുന്നത്തെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത് വീട്ടിലറിഞ്ഞായിരുന്നു അല്ലേ? എനിക്കങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ ഒതുക്കി ചെയ്യാൻ അറിയില്ല. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും. ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിനിമം ഒരു 10 ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ടൈമിൽ പാരൻസ് എങ്ങനെ, ഐ ക്യാൻ ഇമാജിൻ ലൈക്ക് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടാവും ആ ഒരു ഫേസ് എന്നുള്ളത്. അങ്ങനെ അവർക്ക് തന്നെ ഒരു ഉറപ്പായിരുന്നു അധികം കാലം പോവില്ല. എനിക്ക് തോന്നുന്നു പാരന്റ്സും ഈ പിള്ളേരായിട്ടല്ലേ ഡീൽ ചെയ്യുന്നത്. സോ അവരും ഇതേപോലെ കണ്ടിട്ടുണ്ടാവോ ഇതൊക്കെ ഒരു ഇതില് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ തീരുമാനമായിക്കോളും. ഇപ്പൊ വിഷ്ണുവിന് മുന്നത്തെ റിലേഷൻഷിപ്പ് സ്റ്റോറീസ് അല്ലെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നോ സോഷ്യൽ മീഡിയയിൽ? അന്ന് അധികം ആൾക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ മിനിമം ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ എൻ്റെ ഒരു മോട്ടി. എല്ലാവരും അറിയണം, മറ്റേ റീല് അതെ എല്ലാവരും അറിയണം. ഇപ്പം ലൈഫിൽ ഭയങ്കരമായിട്ട് റുട്ടീൻ ഇപ്പൊ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഐശ്വര്യ. അപ്പം അതിലേക്ക് എങ്ങനെ എത്തി? കറക്റ്റായിട്ട് സമയത്ത് എണീക്കുക, നമ്മൾ ഫുഡ് ഇത് കഴിക്കുക. അപ്പം ആ ഒരു റുട്ടീൻ ആക്ച്വലി ബിൽഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു വർക്ക് കൾച്ചർ അല്ലാതെ. അപ്പം എങ്ങനെയാണ് അതൊരു സെറ്റാക്കിയത് ലൈഫിൽ? ലാസ്റ്റ് ടൈം ഇവിടെ നാട്ടിൽ വന്ന് പോയതിനു ശേഷം ഒരുപാട് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറേ ഫുഡ് ബ്ലോഗ് കാണാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ആക്രാന്തം വരാനുണ്ട് നാട്ടിലെത്തുമ്പോൾ. കിട്ടിയത് മുഴുവൻ, പിന്നെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും ഏതൊക്കെ ഹോട്ടലിൽ പോകണം എന്നുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് 1 കൊളസ്ട്രോൾ വന്നായിരുന്നു. പിന്നെ 2 എനിക്ക് ചെറുതായിട്ട് ഷോൾഡറിനൊരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ കൂടുതൽ മൊബൈൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പൊസിഷൻ കാരണം ഈ ഒരു പോർഷൻ എനിക്ക് കുറച്ച് ഇടയ്ക്ക് ഫിസിയോതെറാപ്പി എടുക്കുക, ഉഴിച്ചിലെടുക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നായിരുന്നു. പിന്നെ എനിക്ക് 3 അസിഡിക് ഇഷ്യൂ ഉണ്ട്. പ്രോപ്പർ ടൈമിൽ ഫുഡ് കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് 3ഉം ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം വന്നു കഴിഞ്ഞപ്പോൾ ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പം അതിലൊരു ഹരം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കത് ചെയ്യുന്നത് ഒരു
ഒരു സാറ്റിസ്ഫാക്ഷനാണ്, ഒരു രസമാണ്. അതെ, ബിക്കോസ് ആ ഒരു പാഷൻ അതാണ് ഐശ്വര്യയുടെ ഒരു ചാനലിൻ്റെ ഒരു ക്വാളിറ്റിയും, ലൈക്ക് ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഇതൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പീപ്പിൾ ഓൾസോ വോണ്ട് ടു നോ അല്ലെങ്കിൽ ഫോളോ യു. ദാറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ? എനിക്ക് തോന്നുന്നു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കൂടുതൽ പറയാറ്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഗ്രാജുവലി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ, ഞാനൊരു മാറ്റങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്ത് ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടി അതിനു വേണ്ടി വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങും എന്തൊക്കെ കാര്യങ്ങളാണ്. അതിപ്പോൾ നമ്മളൊരു ജോലിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു പ്രൊജക്ട് കിട്ടിയാൽ നമ്മളുള്ള കാര്യം മാത്രമല്ലോ, പുറത്തുനിന്ന് കുറേ കാര്യങ്ങൾ എടുത്ത് പഠിച്ച് നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യുമല്ലോ. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഇഷ്ടം പോലെയുണ്ട്.